അന്യ സ്ത്രീകളുടെ കൂടെ ഇടകലർന്ന് നിൽക്കാൻ പാടില്ല എന്നുള്ളത് മതവിധിയാണ്. ആ മതത്തിന്റെ ഇതിലാണ് ഇയാൾ കാളിയായിട്ട് നിൽക്കുന്നത്. ഒരുപാട് പള്ളി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒരുപാട് നിക്കാഹിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചെയ്യുന്നത് കാണുമ്പം ഈ പണ്ഡിത ശിരോമണികൾ എന്താ ഇതിനെതിരെ ശബ്ദം ഉയർത്താത്തത്? പണ്ഡിത ശിരോമണികള് അവരുടെ കാര്യം നിർവഹിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ ചെയ്യുന്ന ആൾക്കത് ബോധ്യമുള്ളതാണല്ലോ, അന്യ സ്ത്രീകളുടെ കൂടെ നിൽക്കാൻ പാടില്ല എന്നല്ല. പിന്നെ അവരോട് അവരെ വിളിച്ചിട്ട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ സ്വയം ഉൾക്കൊണ്ടിട്ട് അതിന് പിന്മാറുക. തങ്ങളെ കുറിച്ച് ആണെങ്കിൽ ഇവിടെ എന്താ കുഴപ്പം? തങ്ങളങ്ങനെ നടക്കണ്ടെങ്കിൽ തെറ്റാണ്. ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ള ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത് തങ്ങളെ കുറിച്ചാണ്. തങ്ങളങ്ങനെ നടക്കാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തെറ്റല്ലേ? കാലിക്ക് വിവരം വേണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? വിവരം വേണ്ടേ? വേണോ? അതിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേക്ക് മുറിക്കാൻ പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല, ചെറിയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണവരിങ്ങനെ പറഞ്ഞു കൊടുക്കല. കാലിക്ക് അറിയില്ലേ? മതസൗഹാർദ്ദത്തിന്റെ നാടാണ് പറഞ്ഞുകൊണ്ട് ആക്കെ ചെയ്യല. കാലയാകുമ്പോൾ പറ്റൂല. ഒരു രാഷ്ട്രീയ പാർട്ടിന് താല്പര്യമാകുമ്പോൾ കുഴപ്പമില്ല. മനസ്സിലായോ? ജനങ്ങൾ, ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലായിക്കണം കേട്ടോ. ചില കാടിവെള്ളം കുടിച്ചിന ആളുകളുണ്ട്, സുഹാബികൾ എന്ന് പറയും. ഓൽക്കത് മനസ്സിലാവില്ല. മനസ്സിലായോ? ഇസ്ലാമിൽ അത് തെറ്റാണ്. അള്ളാഹും റസൂലും വെച്ചതാണ് നിയമം. അതിന് വിരുദ്ധമായിട്ട് തങ്ങന്മാരായാലും മൂല്യന്മാരായാലും സാധാരണക്കാരനായാലും പ്രവർത്തിച്ച ഇസ്ലാമിക രീതിയിൽ തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് ചോറ് കഴിക്കണമെന്ന് പോയാൽ മനസ്സിലാവും. കാടിവെള്ളം കുടിച്ചാൽ എൻ്റെ മാതിരത്തെ പൊട്ടന്മാരില്ല, മന്ദബുദ്ധികൾ, ഓൽക്ക് മനസ്സിലാവില്ല. ഓലപ്പോൾ തറവാട് നോക്കിയാണ്ട് എന്ത് ഇസ്ലാം, ഇവിടെ തറവാടാണ് വലുത് എന്ന് പറഞ്ഞാണ്ട് നിൽക്കും. അങ്ങനെയല്ല. ആര് തെറ്റ് ചെയ്താലും ജിഫരി തങ്ങളായാലും ശരി, ഇനി നമ്മളെ അമ്പലക്കട ഉസ്താദായാലും ശരി, ഉമർ ഫൈസി മുക്കായാലും ശരി, ഇസ്ലാമിന് വിരുദ്ധമാണോ, ഇസ്ലാമിൻ്റെ ശരീഅത്തിന് വിരുദ്ധമാണോ, അത് തെറ്റാണ്. തെറ്റാണ്. ഈമാനുള്ളൂ അങ്ങനാണ്ട് പറയും. എൻ്റെ മാതിരി എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിച്ച് നടക്കണ വാട്ടാവളിയന്മാർ ചിലപ്പോൾ എന്ത് പറയും, അത് കുഴപ്പമൊന്നുമില്ല, അത് നേതാക്കന്മാരാകുമ്പോൾ അങ്ങനെ തന്നെയാണെന്ന് പറയും. അങ്ങനെയല്ല. നേതാക്കന്മാർക്കും എല്ലാവർക്കും ഇസ്ലാമിലൊരു നിയമമാണ്. അത് ആര് ചെയ്താലും തെറ്റാണ്. തീർച്ചയായിട്ടും തങ്ങന്മാർ തീരെ ചെയ്യാൻ പാടില്ല, പണ്ഡിതന്മാരും തീരെ ചെയ്യാൻ പാടില്ല. കാരണം അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ടാവും. അപ്പോൾ അവർ ചെയ്യണ വരും കാലങ്ങളിൽ അത് ഹലാലായിട്ട് മാറും. ഇപ്പോൾ ഈ വാഫികളും ഉദവികളൊക്കെ ഹലാലാക്കി കൊടുക്കണ മാതിരി അതൊന്നും കുഴപ്പമില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണെന്ന് ചോദിക്കണം, ആ ചോദ്യം വരും. മനസ്സിലായോ? അല്ലെങ്കിൽ പണ്ട് പാണക്കാട് തങ്ങന്മാരങ്ങനെ ചെയ്തതിനുള്ള ചോദ്യം വരും. എങ്ങനെ പറഞ്ഞതായാലും ഇനിയിപ്പോൾ എങ്ങനെ വിലയിരുത്തിയാലും, ചാനലുകാരല്ല, സുഹാബികളല്ല, രാഷ്ട്രീയക്കാരല്ല, എങ്ങനെ വിലയിരുത്തിയാലും ശരി, ഉമർ ഫൈസി മുക്കം പറഞ്ഞത് 100% ഇസ്ലാമാണ്. അതിന് വിരുദ്ധമായിട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അത് തെറ്റാണെന്ന്. അപ്പോൾ മൂല്യന്മാരായാലും തങ്ങന്മാരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓടുന്ന വണ്ടി കയറി വരിക, കാടിവെള്ളം കുടിച്ച് രാവിലെ തന്നെ വന്നിക്കുക. അതന്നെ പറഞ്ഞത്. എൻ്റെ മായത്തെ പൊട്ടന്മാരുള്ളതാണ് ആ പാർട്ടിയുടെയും അങ്ങനത്തെ ആളുകളുടെയും വിജയം എന്ന് പറയുന്നത്. ഒരുപാട് എന്താ പറയുക, ആൾദൈവങ്ങൾക്ക് ആളുകളുണ്ടല്ലോ, അതെന്താണ്, ഒരുപാട് പൊട്ടന്മാർ പോലെ കൂടുതലുണ്ട് എന്നുള്ളതാണ് വിജയം. എൻ്റെ മായത്തെ മന്ദബുദ്ധികളുണ്ടെങ്കിൽ പിന്നെ എന്താ പേടിക്കാൻ? എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാൻ മന്ദബുദ്ധികളുണ്ട്. എന്നാൽ ഇസ്ലാം പറയടോ, നമുക്ക് പറ്റുമെങ്കിൽ ഇസ്ലാം പറയും. എന്താണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ? ഈ ആരോപിച്ച ആരോപണങ്ങൾ, തങ്ങളെ പേരിൽ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളൊക്കെ തങ്ങൾ ചെയ്തതാണ് അല്ലാന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടോ? കേക്ക് മുറിച്ചണതായാലും അമ്പലത്തിൽ പോണതായാലും സിനിമാ പാട്ട് പാടുന്നതായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇതൊരു കാലിക്ക് യോജിച്ചതാണോ? ഇതൊന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഈ പറയും അത് കുഴപ്പമില്ല, അതിനിപ്പോൾ എന്താ ചോദിച്ചു. അതാണ് വഹാബികളൊക്കെ കൂടുതൽ കിടന്നുകൊണ്ട് വഹാബിസം പഠിച്ചാൽ അതൊന്നും കുഴപ്പമുണ്ടാവില്ല. സുന്നത്തി ജമാഅത്തിന് അത് പറ്റൂല, സിറാത്തുൽ മുസ്തഖീമിൻ്റെ സമസ്തയിൽ അത് പറ്റൂല, തെറ്റാണെന്നാണ് പറയും. അതിനിപ്പോൾ നിങ്ങൾ ഷജറല്ലേ എന്ത് ആക്കിയാലും ശരി, നമ്മളെ സിനിമാ പാട്ട് പാടുന്നതായാലും പെണ്ണുങ്ങളെപ്പോൾ സെൽഫി എടുക്കുന്നതായാലും മറ്റുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ഇല്ലാത്തതാണെങ്കിൽ ഇത് പറഞ്ഞത് ഓക്കെ. ഉള്ളതാണെങ്കിൽ അത് ഇസ്ലാമിക രീതി തെറ്റാണ്, അത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുക. അതല്ലേ പറയുന്നത് എന്നോട്. അതെ, അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം പാണക്കാട് ഇരുന്ന് സ്വർഗവും അർശിൻ്റെ തണലും, അവസാനം ഇപ്പോൾ അവിടെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് പോയിട്ട് കേരനേക്കാതർ അർശിൻ്റെ തണലും സ്വർഗമൊക്കെ തേടിയത്. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇവിടെ ആകെ ജനങ്ങൾക്ക് മനസ്സിലായത് പാണക്കാട്ടത്തെ സ്വർഗം കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്താണെന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ലീഗുകാരുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ ലീഗിൻ്റെ ആൾക്കാർ കംപ്ലീറ്റ് വന്നിട്ട് ഇതൊക്കെ RSSക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പോകണം. കുറേ ആൾക്കാർ ഇപ്പോൾ BJPക്ക് പോയി സ്ഥാനാർത്ഥി ആക്കുന്നുണ്ട്.
കുറേ ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേക്കേറിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ലീഗിൻ്റെ അവസ്ഥ? ഇനിയിപ്പോൾ ഇതിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ എതിരാളികൾ ലീഗ് പോയിട്ടിപ്പോൾ SDPIക്കാരാവും തോന്നുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി SDPI കൂടി ഒന്നാവും തോന്നുന്നുണ്ട്. ചേട്ടാ, ഈ കള്ളുടിയന്മാരെ കള്ള് നടപ്പിലാക്കിയത് ആരാണ്? കള്ളിൻ്റെ മന്ത്രി UA വീരാനല്ലായിരുന്ന? ഷിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ കൂടിയല്ലേ നമ്മളെ ഈ കള്ള് നടപ്പിലാക്കിയത് കേരളത്തിലെ UDF. മുനാഫിക്ക് ലീഗ് എന്ന് പറഞ്ഞ സലഫി മുനാഫിക്ക് ലീഗ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ അങ്ങനെയല്ല. മുസ്ലിം സമുദായത്തിനെ താറടിച്ചിട്ട് നക്കിയിട്ട് മുക്കിയിട്ട് സമസ്തനെ പൊളിച്ച് നക്കി നടക്കുകയാണ് അവർ. മനസ്സിലായ? ഇപ്പോൾ വഹാബികൾ കുറേ വളർന്നതല്ലാതെ പാണക്കാട്ടത്തെ തങ്ങന്മാർ ഈ സമസ്തയ്ക്ക് എന്തുണ്ടാക്കി കൊടുത്ത്? അതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് എന്താ നേടുത്ത്? ഈ നാട്ടിലെ പഹലിലെ പാവപ്പെട്ട മനുഷ്യന്മാർ ചെയ്യുന്ന സദക്ക ചെയ്യുന്നതല്ലാതെ ഈ നാട്ടിൽ വല്ലതുണ്ട് ഞങ്ങൾ ഈ സമസ്തക്ക്? ഈ സമസ്തക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ സംഭാവന, പള്ളിക്ക് സംഭാവന ചെയ്ത് മുഴുവൻ ലീഗുകാരും പാണക്കാട് തങ്ങന്മാരും ലീഗിനെ നേതാക്കന്മാരും കട്ടുമുടിച്ച് നക്കിയില്ലേ? സമസ്തയെ വേദനിപ്പിച്ചവർക്കും ഇസ്ലാമിന് വിരുദ്ധമായി പ്രവർത്തിച്ചു വേണ്ട സമസ്തയെ അംഗീകരിക്കാത്തവർക്കും വോട്ട് ചെയ്യൂല, സമസ്തയെ കുറ്റം പറഞ്ഞവർക്കും വോട്ട് ചെയ്യൂല. ഇപ്പോഴും പറയുന്ന നിലപാടാണെന്ന്. അത് അന്നും പറഞ്ഞിട്ടുണ്ട്, എന്നും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അത് ഉറപ്പല്ലേ? അത് ശരി. സമസ്തയെ തകർക്കാൻ ശ്രമിക്കുകയും CICന്റെ കൂടെ കൂടിയ ഏത് രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിൽ എന്നാലും വോട്ട് ചെയ്യില്ലാന്ന്. അവൻ ജയിച്ചാലെന്ത് തോറ്റാലെന്ത്, വോട്ട് ചെയ്യൂലാന്ന്. അതന്നെ നിലപാട്. സമസ്തന്റെ അല്ല നോക്കണ്ടത്. സമസ്ത അങ്ങനെ എന്താണ് എഴുതി വെച്ചത്? സമസ്ത എഴുതി വെച്ച വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം, സംഘടനക്ക് രാഷ്ട്രീയമല്ല. ഞാൻ വ്യക്തിപരമായിട്ട് ലീഗുകാരനാണ്. എൻ്റെ സംഘടനയിൽ ഞാൻ എന്ത് കൂട്ടലില്ല, ലീഗ് കൂട്ടലില്ല. ഇസ്ലാമിന് വിരുദ്ധമായിട്ട് ലീഗിൽ സംഭവിക്കുമ്പോൾ തെറ്റാണെന്ന് പറയും. മനസ്സിലായോ? അതാണ് സമസ്തന്റെ നിലപാട്. അപ്പൊ എന്നോട് ഒരു ലീഗുകാരനല്ലേ സമസ്തക്കാരനല്ലേ എന്ന് ചോദിച്ചാൽ രണ്ടും ഞാൻ തന്നെയാണ്. എൻ്റെ രാഷ്ട്രീയം ലീഗാണ്, എൻ്റെ സംഘടന സമസ്തയാണ്, ദീനാണ്. ഞാൻ 1, 2, 3, 4 ദീനിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ എനിക്കുള്ള രാഷ്ട്രീയ പാർട്ടി. അതിനെതിരായിട്ട് എൻ്റെ പാർട്ടിയിൽ നിന്ന് വരുമ്പോൾ അതിനെ ഞാൻ വിമർശിക്കും. അതിനെന്തു പറയാം? ഞാൻ ലീഗുകാരനും സമസ്തക്കാരനെന്ന് പറയാം. അതിനെന്താ കുഴപ്പം? കണക്കാട്ട തങ്ങന്മാരും കാട്ടിയും നല്ല ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് ആ പണ്ഡിതന്മാരാക്കണതിന് പകരം ഇദ്ദേഹത്തെ ആക്കിയാൽ മതി. അത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഞമ്മക്ക് അതിനുള്ള ഉറപ്പ് വേണ്ടേ? അതൊക്കെ തന്നെയാണ് ഉമർ ഫൈസി പറഞ്ഞത്. ഏതായാലും അങ്ങനൊക്കെയാണ് പോട്ടെ. ലോകാവസാനൊക്കെ ആയില്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ സഹിക്കുക, എല്ലാപ്പത്താ കാട്ടുക. ജാഹിലീങ്ങൾ നേതാക്കന്മാരാവും എന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. പൊട്ടന്മാരൊക്കെ കള്ളന്മാരൊക്കെ നേതാക്കന്മാരാവും, രാജ്യം ഭരിക്കണോലാവും. അതിൽ പെട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിക്കുക, അല്ല പത്താ വയ്യ. സമസ്ത ലീഗും കൂടിയാണോ എന്ന് ചോദിച്ചാൽ സമസ്ത ലീഗും കൂടി ഒരു ബന്ധമില്ല. ഞാൻ രാഷ്ട്രീയപരമായിട്ട് വ്യക്തിപരമായിട്ട് ലീഗുകാരനാണ്. ഞാൻ 1, 2, 3 സമസ്തക്ക് മുൻഗണന കൊടുക്കുന്ന ആളാണ്. മനസ്സിലായോ? ആ സമസ്ത കഴിഞ്ഞിട്ടേ ഉള്ളൂ ലീഗുകാരൻ. ആ ലീഗ് സമസ്തക്ക് വിരുദ്ധമായിട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അതിനാണ് മുജാഹിദിനെ വിമർശിക്കും, ലീഗുകാരെ വിമർശിക്കും, എല്ലാവരും വിമർശിക്കും. എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ സമസ്തക്കെതിരെ പറഞ്ഞാൽ ആരായാലും വിമർശനത്തിന് അധീനമാണ്. അവിടെ മുജാഹിദ് പറയാം, ജമാഅത്ത് പറയാം, എല്ലാം പറയാം. ഓക്കെ.